ദേ സമയം 2:35 ഉച്ചക്കല്ല കേട്ടോ, രാത്രി 2:35. ഞങ്ങളൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ബാഗൊക്കെ റാപ്പ് ചെയ്ത് വെച്ചു. പോകുന്നതിന് മുമ്പ് നമ്മുടെ ചെടികൾക്ക് കുറച്ച് വെള്ളം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഓക്കെ ആണോ എന്നറിയില്ല. സെറ്റ് എന്തും ചെയ്ത് വെച്ചു. പട്ടിണി കിടക്കലോ പാവങ്ങൾ. നമ്മളൊരു 10 ദിവസം ഒരു ട്രിപ്പ് പോവാണ്. അങ്ങനെ ഞങ്ങളുടെ വെക്കേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ എയർപോർട്ടേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് റെൻഷായൻ താഴെ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഷാർജ എയർപോർട്ടേക്കാണ് പോകുന്നത്. ഷാർജയിൽ നിന്ന് ദോഹയ്ക്കാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ്. ദോഹയിൽ നിന്നാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഫ്ലൈറ്റ് പോകുന്നത്. ഇപ്പം നമ്മൾ ഷാർജ എയർപോർട്ടിലെ ചെക്ക് ഇൻ ഏരിയയിലേക്കുള്ള പോക്കാണ്. രാത്രി 2:30 ആണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടിൽ. സാമാന്യം നല്ല ക്യൂ ഉണ്ട് ചെക്ക് ഇൻ ഏരിയയിൽ. കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. ചിലർക്ക് ലഗേജ് പ്രോബ്ലം, ചിലരുടെ ഫ്ലൈറ്റ് ക്യാൻസലായിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ക്യൂ നിന്ന് ചെക്ക് ഇൻ കാര്യങ്ങളൊക്കെ തീർത്ത് മുകളിൽ പോകാമെന്ന് ചോദിച്ചു. മുകളിലാണ് അവിടെ ഡിപ്പാർച്ചർ ഉള്ളത്. അപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് ഞങ്ങൾ ചെന്ന് നമ്മൾ അവിടുത്തെ ലോഞ്ചിലേക്കാണ് സ്ട്രെയിറ്റ് പോയത്. അവിടെ എയർപോർട്ട് ലോഞ്ചിൽ നമുക്ക് ഇപ്പോൾ വിസ കമ്പാനിയൻ ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എയർപോർട്ട് ലോഞ്ചിൽ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ മോന് കാർഡൊന്നും ഇല്ലാത്തത് കൊണ്ട് അവന് മാത്രം നമുക്ക് പേ ചെയ്യേണ്ടി വരും. അല്ലാതെ നമുക്ക് 2 പേർക്കും ആ കാർഡിൻ്റെ വെച്ചിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറേ നേരം നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരുന്നു. നല്ല സൗകര്യമുള്ള ഒരു ലോഞ്ചായിരുന്നു കേട്ടോ. ബോർഡിംഗ് കോളൊക്കെ കേട്ടിട്ടാണ് നമ്മൾ നേരെ ഓടി ഗേറ്റ് നമ്പർ 4 വന്നു. അവിടെ ചെന്നപ്പോൾ നേരെ പാക്ക് ചെയ്ത് നമ്മളെ ഗേറ്റ് നമ്പർ 24 വിട്ടു. അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറിയിട്ടാണ് ഫ്ലൈറ്റിനടുത്തേക്ക് എത്തിയത്. ഇവിടുന്ന് ബസ്സൊക്കെ ഇറങ്ങി അതൊക്കെ ഫ്ലൈറ്റിലേക്ക് നടന്നു പോകണം. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. 5:40 നമ്മുടെ ഫ്ലൈറ്റ് ഓൺ ടൈം ആയിരുന്നു. നേരം വെളുത്ത് തുടങ്ങിയപ്പോഴേക്കും നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്ത് കഴിഞ്ഞു. ഷാർജയിൽ നിന്ന് ദോഹയുടെ ഫ്ലൈയിങ് ടൈം 1 hour 10 minutes ആണ് ടിക്കറ്റ് കാണിച്ചെങ്കിലും 50 മിനിറ്റ് കൊണ്ട് നമ്മുടെ പൈലറ്റ് അവിടെ എത്തിച്ചു. അവിടുത്തെ ചെക്ക് ഇൻ കൗണ്ടറിൽ തിരക്കാണത്. ഭാഗ്യത്ത് നമുക്ക് ആ തിരക്ക് നേരിടേണ്ടി വന്നില്ല. നേരെ ട്രാൻസിറ്റ് ഏരിയ വഴി സെക്യൂരിറ്റി ചെക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഖത്തർ എയർപോർട്ടൊക്കെ വരുന്നത്. എത്ര അടുത്താണെങ്കിലും നമ്മൾ ഇതുവരെ വരാത്തൊരു കൺട്രിയാണ് ഖത്തർ. എയർപോർട്ടൊക്കെ അടിപൊളിയാണ്. കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ട് അവിടെ, തടി കൊണ്ടുള്ളതും അല്ലാതെ മെറ്റൽ കൊണ്ടുള്ളതും. കാണാൻ ഒരുപാടുണ്ട്, അതുപോലെ നടക്കാനും ഒരുപാടുണ്ട്. വലിയ എയർപോർട്ടാണ്, അതുകൊണ്ട് നടന്നിട്ടുണ്ടാവും. നമ്മളുടെ അടുത്ത ഫ്ലൈറ്റ് 9:10 അതുവരെ എയർപോർട്ട് ചുറ്റും നടന്ന് കാണാൻ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. നമ്മളതുകൊണ്ട് വിശാലമായിട്ട് അവിടെയൊക്കെ കണ്ട് റിലാക്സ്ഡായി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത കണക്ഷനിലേക്ക് നമ്മൾ പോയത്. ഒരുപാട് കൗതുകകരമായ കാഴ്ചകളുള്ളൊരു എയർപോർട്ടാണ് കേട്ടോ ഇത് ദോഹയിലെ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മുടെ ഗേറ്റിലേക്കുള്ള നടത്തത്തിനിടയ്ക്ക് കുറേയൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇത് ഫിഫ വേൾഡ് കപ്പിനോടനുബന്ധിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് അവർ സ്പെഷ്യലായിട്ടുണ്ടാക്കിയൊരു ട്രീ ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ അവിടെ ഇരുന്ന് ആരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ ഗേറ്റിലേക്ക് നേരെ പോയി. നമ്മുടെ ഗേറ്റ് അതിനടുത്തായിരുന്നു. അവിടെ നിന്ന് നേരെ ഗേറ്റിൽ പോയി. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ എങ്ങോട്ടാണെന്നല്ലേ, അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.